ഓ ഇന്ന് രാവിലെ സാറ്റർഡേ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ പിസ്സ 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 മനസ്സിനകത്ത്. അപ്പൊ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് പിസ്സ വേണോ? കുറച്ചുകൂടെ കഴിയുമ്പോ ഓമിക്കുട്ടി മറന്നു പോവട്ടെ. നമസ്കാരം. നിങ്ങളെല്ലാരും കേട്ടല്ലോ മോൻ വന്ന് പറഞ്ഞിട്ട് പോയതെല്ലാം. അപ്പോൾ മോൻ ഇപ്പോൾ അമ്മയുടെ കൂടെ പുറത്തോട്ട് പോയിരിക്കുവാണ്. തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായിട്ട് പണി തരുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പിസ്സ ഉണ്ടാക്കാൻ പോവാ. സാറ്റർഡേ ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പിസ്സ. അപ്പോൾ ഞാനിത് പ്രൊഫഷണലി 8 വർഷം മുന്നേ പഠിച്ചതാണ് ഈ പിസ്സ. ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇറ്റാലിയൻ ഡിഷാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ പിസ്സ ബേസ് പുറത്തുനിന്ന് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. മാക്സിമം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പിന്നെ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ സ്വയം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എന്തായാലും പിസ്സ റെസിപ്പീസ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം മോൻ തിരിച്ച് വൈകുന്നേരത്തിനുള്ളിൽ എത്തുമ്പോഴത്തേക്കും പിസ്സ എവിടെയെന്ന് ചോദിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് വരുന്ന വരവ്. അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും പിസ്സ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പിസ്സ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് OTGയിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലുമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെച്ചാൽ OTG ഇല്ലാത്തവർക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണ്ടേ. അപ്പം സെയിം തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ OTGയിലും ഉണ്ടാക്കാം, നമ്മുടെ സാധാ ഒരു തവയിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആർക്കും അത് ചിലർക്കൊക്കെ സംശയമാണ്, തവയിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് നോൺ സ്റ്റിക്കിൽ നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആ റെസിപ്പിയും കൂടി ആയിട്ടാണ് നിങ്ങൾക്ക് ഇടുന്നത്. നമ്മൾക്ക് പിസ്സ റെസിപ്പിയിലേക്ക് പോവാം. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഡ്രൈഡ് ആക്റ്റീവ് ഈസ്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം അതിലൊരു 1.5 ടീസ്പൂൺ ഡ്രൈഡ് ആക്റ്റീവ് ഈസ്റ്റ് ഇടണം. 1 ടീസ്പൂൺ ഷുഗറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്ന മെഷർമെന്റ് 1 ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണാണ്. ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇനി മൈദ, നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി 2 കപ്പ് മൈദ. അപ്പോൾ 1 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ 150 ഗ്രാമാണ്. നമ്മുടെ സ്ഥിരമുള്ള ചായക്കപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് 2 കപ്പ് മൈദ, 1/4 ടീസ്പൂണോളം ഉപ്പ് കൂട്ടണ്ട, 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഗീയോ നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒഴിക്കാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും. ഇനി ഇതിൻ്റെ നടുക്കൊരു കുഴി കുഴിച്ച് വെക്കണം. ഈ കുഴിക്കകത്ത് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത് ഒഴിക്കാൻ പോവാണ്. ഇതിൻ്റെ നടുക്ക് തന്നെ ഒഴിക്കണം. ഇനി നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം വെച്ചാൽ നല്ലോണം. അപ്പോൾ വെള്ളം കുറച്ച് കുറവായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴക്കണം. ആദ്യം ഒന്ന് കുഴച്ച ശേഷം നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളം വേണ്ട, വെള്ളം കറക്റ്റ് പരുവത്തിനുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഒട്ടിപ്പിടിക്കുന്നു കൈ തോന്നുകയാണെങ്കിൽ ഒലിവ് ഓയിലാണ് ശരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതൊന്ന് ജസ്റ്റ് കയ്യിൽ തടവിയിട്ട് നിങ്ങൾക്ക് മാവ് കുഴയ്ക്കാം നല്ലോണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ടേബിൾ ടോപ്പ് തുടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ടേബിൾ ടോപ്പിൽ വെച്ച് നല്ലോണം ഒന്ന്, നിങ്ങൾക്ക് 2 കൈ ഉപയോഗിക്കാം കേട്ടോ, അതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥലമാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ വെച്ച് തന്നെയാണ് ഇത് കുഴയ്ക്കാനുള്ളതും. അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ കുഴക്കണം. എന്ത് സാധനങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യണം. വെച്ചാൽ ഈസ്റ്റ് എല്ലായിടവും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴയ്ക്കാൻ പറയണം. അപ്പോൾ നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം.
പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു എണ്ണ എടുത്ത് കയ്യിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് തടവി വെക്കണം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ഇരിക്കട്ടെ. ഇത് ഡബിൾ ആവും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 5 വലിയ ടൊമാറ്റോ, നിങ്ങൾക്ക് 10 എണ്ണം എടുത്ത് പ്യൂരി നിങ്ങൾക്ക് എത്ര വേണേലും വെച്ച് ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാൻ ഇന്നത്തെ ഒരു ആവശ്യത്തിന് മാത്രം എടുക്കാനാണ്. 5 വലിയ ടൊമാറ്റോ. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഹോൾസ് ഇളക്കണം. ഹോൾസ് ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് പോർഷനിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി വലിച്ചിളക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ട് ഓഫ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അധിക സമയം ഇട്ടേക്കണ്ട. ഈ തൊലി ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. തിളച്ചത് ഇതിൻ്റെ ടൊമാറ്റോയുടെ തൊലി വിട്ട് തുടങ്ങി. അപ്പോൾ നല്ല ചൂടാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കൂടെ വയ്ക്കാം. അപ്പോൾ തൊലി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇളകി വരും. പിന്നെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഇപ്പോൾ തന്നെ കണ്ടല്ലോ തൊലി ഇളകി വരുന്നത്. അത് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയുടെ തൊലിയെല്ലാം നല്ലോണം കളഞ്ഞു. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് അരച്ച് എടുക്കാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. 5 ടൊമാറ്റോ ഉണ്ടായിരുന്നു. 1 മോള് കട്ട് ചെയ്ത് പഠിച്ചു. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ടൊമാറ്റോ ഇട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. ഗ്യാസ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നമ്മൾ ഇനി ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി. ഇനി പ്യൂരി നമുക്ക് പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ചൂടായി. ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി വെളുത്തുള്ളി ചെറുതായിട്ട് നിങ്ങൾ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം എടുക്കും. അത് മൂത്ത് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി കൂടി ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യണം. സോൾട്ടും പെപ്പറും എല്ലാം ഇട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഇതിനുള്ളിൽ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നപ്പോൾ പറഞ്ഞു തന്നതാണ്. അവർ നമ്മുടെ ആൻജോവി, അതായത് നെത്തോലി മീൻ 2 എണ്ണം പൊടിച്ച് ഈ സോസേജ് ഉണ്ടാക്കുന്നതിൽ കൂടി ഇടുന്നു. അപ്പോൾ അത് ആ മുള്ളൊക്കെ പൊടിഞ്ഞു വരുമ്പം പീസും പൊടിഞ്ഞൊരു പ്രത്യേക മണം വരും എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കോവിഡും ആയിപ്പോയി. അപ്പോൾ പിന്നെ മീൻ മേടിക്കാനുള്ള ധൈര്യക്കുറവ് കാരണം മീൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ഞാനത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി ഇട്ട് തരാം അതിൻ്റെ. പക്ഷെ അതാണ് അവരുടെ സീക്രട്ട് എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയില്ല. ഞാൻ പഠിച്ച പോലെ നിങ്ങൾക്ക് ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലോണം മൂത്തു. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി മിക്സിക്കകത്ത് നമ്മൾ അരച്ചിട്ട് ഇതിലേക്കിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പെപ്പർ ഇട്ട് കൊടുക്കുക. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ഇടണം. ഇതിപ്പോൾ കുറച്ച് മതി, 1/4 ടീസ്പൂണോളം മതി, കൂടുതൽ ഇടണ്ട. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ ഫ്ലാക്സ് മുളക് പൊടിച്ച് ചതച്ച മുളക് പൊടിയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചതച്ച മുളക് പൊടിയാണ് ഇടുന്നത്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാനിത് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ മുളക് അരച്ച പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് നേരത്തെ കുറച്ച് പിരിയമുളക് എടുത്ത് ചൂടുവെള്ളത്തിനിട്ട് തിളപ്പിച്ച് അരച്ച് പേസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. പിസ്സ ഉണ്ടാക്കുന്ന സമയത്തിന് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, പിരിയൻ മുളകിൻ്റെ പൊടിയേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഇഷ്ടം ഇതായതുകൊണ്ട് ഞാൻ ഇതിട്ടു. ഇനി സിമ്മിൽ കിടക്കുവാണ്. ഇനി അതിലേക്ക് ഒറിഗാനോ കൂടെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഒറിഗാനോ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് ഒറിഗാനോ. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പോകണ്ട. ഇത് ഒറിഗാനോ പിസ്സയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. ശരി, അപ്പം ഞാനിന്ന് വെജിറ്റബിൾ പിസ്സയും ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ പിസ്സയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനാണ് കുഞ്ഞ് പീസായിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമ്മൾ സാധാ വാങ്ങിക്കുന്ന ചിക്കനിൽ നിന്നിട്ട് ഒരു കഷ്ണമോ 2 കഷ്ണമോ എടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുത്തിട്ട്
അതിനുള്ളിലേക്ക് നമ്മൾ ഫസ്റ്റ് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇപ്പൊ ടീസ്പൂണാണ്, നിങ്ങൾ ടീസ്പൂൺ എടുത്താൽ മതി. എനിക്ക് പിന്നെ അളവ് അറിയാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ടേബിൾ സ്പൂൺ വെച്ച് എടുക്കുന്നത്. അപ്പൊ ടീസ്പൂൺ എടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാര്യം വെച്ചാൽ സോയാ സോസിനകത്ത് ഉപ്പിന്റെ അംശം ഉണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ നമുക്ക് അതിനാവശ്യത്തിന് ഒരു ഇച്ചിരി വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ ഇത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിസ്സ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഒരു 20-25 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഫ്രിഡ്ജിൽ 2 മണിക്കൂറായി നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചത് നോക്കാം. അപ്പോൾ അതേ മാവ് നല്ലോണം 2 മണിക്കൂറിൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് നല്ലോണം ഇരിക്കണം. പക്ഷെ നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ കുഴച്ച് വെച്ചായിരുന്നു ഫ്രിഡ്ജിനുള്ളിൽ. അതിനുള്ളിലേക്ക് 1 ടീസ്പൂൺ നല്ല കുമിച്ചിട്ട് തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിങ്ങ് ഫ്രൈ ചെയ്ത് നമുക്ക് ഫസ്റ്റ് എടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യണത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല ക്രിസ്പി ആയിട്ട് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രം വച്ചിട്ട് അതിനുള്ളിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകണം. അപ്പോൾ നല്ല ഫ്രൈ ആവണ്ട. നമ്മൾ ഓവനിൽ കൂടി വെച്ച് ബേക്ക് ചെയ്യാണ്. അപ്പോൾ നല്ല ഫ്രൈ ചെയ്യണ്ട. നല്ല ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ്, കുഞ്ഞു കുഞ്ഞു പീസസ്. അപ്പോൾ ഏകദേശം ഇത്ര വലിപ്പമെങ്കിലും വേണം. ഇത്രയെങ്കിലും വലിപ്പം വേണം. കഴിച്ച് ഇത് വെന്ത് വരുമ്പോൾ ചെറുതാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവനിലിരുന്ന് നല്ലോണം ഇത് വേകും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിച്ചിരി വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ മിക്സ് ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി എടുക്കാം. അപ്പം ശരിക്കുള്ള രീതിയിലുള്ള പിസ്സ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഇത്രയും വേവിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി ഓവനിൽ വെച്ചിട്ട് ചെയ്യാം. ഒരു പരുവത്തിന് വേവിച്ചെടുത്ത ഒരു പകുതി മുക്കാൽ പരുവത്തിന് നിങ്ങൾ വേവിച്ചാൽ അത് കഴിഞ്ഞ് ഓവനിലിരുന്ന് അത് വെന്തോളും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കോരി വയ്ക്കാൻ പോവുകയാണ്. വറുത്ത് കോരി ഒരു ബൗളിനകത്താക്കി വെച്ച് ഇനി ഞാൻ ഓവൻ ചൂടാക്കാൻ പോവുകയാണ്. OTGയിൽ വെച്ച് ഞാനൊരു 2 സൈഡിലേക്കും മുകളിലും താഴെ ആരോഗ്യമുള്ളതിനകത്ത് നിങ്ങൾ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ഒരു 150 ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് കൊടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇങ്ങനെ ഒരു ചീസ്, ഇതിൻ്റെ പേര് മൊസറല്ല ചീസ്, അതായത് മിൽക്കി മിസ്റ്റിൻ്റെ മൊസറല്ല ചീസ്. ഇപ്പം നിങ്ങൾക്ക് ആ ചീസ് കിട്ടിയില്ല എന്ന് വെച്ചോണം. കാരണം ഇപ്പം നമ്മുടെ പൂച്ചപ്പുരയാണെങ്കിൽ ബേക്കറിയിൽ മാർജിൻ ഫ്രീയിലും ഉണ്ട്. തിരക്കായതുകൊണ്ട് ആർക്കും പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് മേടിച്ച് അതിനെ സ്ലൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മതി. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെടുക്കാം. അപ്പം മൊസറല്ല ചീസ്. ഇതിൻ്റെ പേര് ഒലീവ്സ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒലീവ്സ് എന്നറിയാം. അപ്പം പച്ച ഒലീവ്സും കിട്ടും, ബ്ലാക്ക് ഒലീവ്സും കിട്ടും. അപ്പോൾ പൊതുവേ പിസ്സയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഒലീവ്സ് ആണ്. അപ്പോൾ ഇത് കാണാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫുൾ ഒലീവ്സ് ആണ്. ഇതിനെ കട്ട് ചെയ്താണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് ഒലീവ്സ്. നമ്മുടെ സവാള നിങ്ങൾക്ക് എന്ത് ഷേപ്പിലും അരിയാം. റൗണ്ടായിട്ട് അരിയാം, നീളത്തിനരിയാം, ഇങ്ങനെ അരിയാം, ഇങ്ങനെ അരിയാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. അപ്പോൾ നമുക്കിനി ഉള്ളത് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇത്രയും സാധനം വേണം. ഇനി നമുക്ക് ആവശ്യമുള്ള ഒറിഗാനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു.
ഇത്രയും സാധനം നമുക്കിപ്പം ആവശ്യമുള്ള സാധനം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ടൊമാറ്റോ, സവാള, പിന്നെ ഒരു പച്ച ക്യാപ്സിക്കം മേടിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ മൊസറല്ല ചീസ് കവർ മാറ്റി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രേറ്ററിനകത്ത് വെച്ച് അരിഞ്ഞ് ചീകി എടുക്കണം. അപ്പോൾ നമ്മുടെ ചീസ് ഞാൻ ചീകി കഴിഞ്ഞു. ഇത് കണ്ടല്ലോ ചീസ് എങ്ങനെയാ ചീകി. 2 പിസയ്ക്ക് തന്നെ ഒരു മൊസറല്ല ചീസ് തികയത്തില്ല, ഒരു 1.5 തികയത്തുള്ളൂ. എന്നാലും നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഇടാം. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഓപ്പൺ ചെയ്തു. ഇത് കണ്ടല്ലോ, ഡബിളാണ്. അപ്പോൾ ഹാഫ് ആൻ അവർ മുന്നേ കൂടി നമ്മൾ കുഴച്ച് വെച്ചതുകൊണ്ടാണ് ഇത്ര പോകുന്നുണ്ടോ, ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പോകും. 4 പിസയ്ക്കായിട്ട് മുറിക്കുവാണ്. 4 പിസയുടെ പീസായിട്ട് മുറിക്കുവാണ്. അപ്പം നമ്മുടെ ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. അതിനുള്ളിൽ ഫസ്റ്റ് ഒന്നിരിച്ചിരി ഓയിൽ തടവി കൊടുക്കണം. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിൽ തന്നെ എടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒലിവ് ഓയിലില്ല, സൺഫ്ലവർ ഓയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ തടവി ഇനി ഓയിലിലേക്ക് നമ്മൾ പിസ്സയ്ക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന റോള് പ്രസ് ചെയ്ത് നമ്മൾ എടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കുഴവി വെച്ചിട്ട് പരത്തി ഇതിനകത്തിടാം. എനിക്ക് കൈ തന്നെയാണ് വാക്ക്. അപ്പം ഞാൻ കൈ വെച്ച് നല്ല റൗണ്ടിൽ ഈ നമ്മുടെ പാത്രത്തിൽ നിൽക്കുന്ന ഷേപ്പിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അപ്പം ഒരു ഇത്ര സ്പേസ് വെച്ച് 2 സൈഡിലും വിടണം. കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി വലുതാകും. അതിനുള്ളത് ഒരു ഫോർക്ക് എടുക്കുക, ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. കാരണം വെച്ചാൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നടുഭാഗമൊക്കെ ബഡ്ജായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് പൊങ്ങി വരുമ്പോൾ ആ ഒരു പൊങ്ങൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. എല്ലായിടവും ഒന്ന് കുത്തി കൊടുക്കണം. ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് അതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതിനകത്ത് മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് ഇച്ചിരി കൂടി വേണമെന്നുള്ളവർക്ക് മുളക് കൂടുതൽ ചേർക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന്, കുട്ടികളല്ലേ ഇവിടെ എല്ലാം കഴിക്കുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് ഞാൻ സോസിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ചീസ്, മൊസറല്ല ചീസ് ഇങ്ങനെ വെതറി കൊടുക്കണം. അപ്പോൾ പുറത്തേക്ക് ട്രേയുടെ പുറത്ത് വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി അതിലേക്ക് നമുക്ക് സവാള നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സവാള വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം, സവാള എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാനുള്ളത് നമ്മുടെ ഒലീവ്സ്. അപ്പോൾ ഒലീവ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, അലങ്കാരമൊക്കെ നിങ്ങൾക്കാണ്. ഞാൻ അലങ്കരിക്കുന്നതെന്ന് വെച്ചാൽ അലങ്കരിക്കുന്ന ഇത് നോക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയാണ് നമ്മുടെ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ച കുഞ്ഞ് പീസസും കൂടി ഇതിൻ്റെ ഇടയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ എടുത്തത് അതിനൊരു ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു വെന്ത് വരുമ്പോൾ നല്ലൊരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കി ചീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതിന് പുറത്തൊന്നും നിങ്ങൾ ചീസ് വീടരുത്. അപ്പം ഞാൻ ഒരെണ്ണം നമ്മുടെ ട്രേയിലേക്ക് വെച്ചു, OTGയിലേക്ക് വെച്ചു. ഇനി ഒരെണ്ണം നമുക്ക് കിച്ചണിൽ നോൺ സ്റ്റിക്കിൽ വെക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഒരെണ്ണം നോൺ സ്റ്റിക്കിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ OTG ഇല്ലാത്തവരെന്ത് ചെയ്യും?
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം നോൺ സ്റ്റിക്കിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ വിളിമ്പുകൾ ഇച്ചിരി കൂട്ടി കനത്തിൽ ആക്കി കൊടുക്കണം. ഒരു സെക്കൻഡ് ഇതൊന്ന് ചൂടാക്കാം. ഇങ്ങനെ ഫോർക്ക് വച്ച് കുത്തിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഈ പോർഷൻ തിരിച്ച് ബാക്കിലോട്ടിടണം. അപ്പോൾ ഈ ഒരു കുഞ്ഞു കുമിളകൾ വരും. അത് കണ്ട ഉടനെ നമുക്കിത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് മതി. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ചൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ പോർഷൻ നമ്മൾ മേളിൽ വെക്കും. ഈ പോർഷൻ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടിടണം. ഈ പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേ നമ്മുടെ ഓവനിലല്ലാത്ത ഈ നോൺ സ്റ്റിക്കിൽ വെക്കുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു കുത്തൊക്കെ കൊടുത്തിട്ട് വെക്കാം. ഇനി അതിലേക്ക് ഞാൻ വെജിറ്റബിളാണ് വെക്കാൻ പോകുന്നത്. പിസ്സ സോസ് നല്ലോണം പുരട്ടി കൊടുക്കുക. എപ്പോഴത്തെ പോലെ തന്നെ ഇതിനുള്ളിലേക്ക് ചീസ് വെതറി കൊടുക്കണം. അതുപോലെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. പിസ്സയിൽ ഇടുന്ന ജലാപ്പനോ എന്ന് പറഞ്ഞിട്ടൊരു മുളകുണ്ട്, എരിവൊന്നും ഇല്ലാത്തൊരു മുളകുണ്ട്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായി പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോയും നമ്മുടെ സവാളയും മതി. എന്നും പറഞ്ഞ് ക്യാരറ്റും ബീൻസും ഒന്നും വെട്ടി ഇതിനകത്ത് ഇട്ടേക്കരുത്. അത് ഭയങ്കര മോശമായി പോകും. ഇവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്കിതിപ്പോൾ പഠിപ്പിക്കാൻ കാണിച്ചു തരുമ്പോൾ എന്തായാലും ചിക്കനിൽ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, എല്ലാം പഠിപ്പിച്ചു തരണ്ടേ. അത് കാരണം ഞാനത് നല്ല ഷേപ്പും സൗന്ദര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുത്തോണം. ജസ്റ്റ് നിങ്ങൾക്ക് ഉപ്പൊന്ന് വേണമെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണേ. ഞാനത് പറയാൻ വിട്ടുപോയി. ചെറുതായിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം. ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്. നമ്മൾ വേറെ ഒന്നിലും ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ടൊമാറ്റോ സോസ്, വെജിറ്റബിളിനകത്ത് ടൊമാറ്റോ സോസും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇത് വെജിറ്റബിളാണ്, കുഞ്ഞുങ്ങൾക്കായിട്ട് വെജിറ്റബിളാണ് വെക്കുന്നത്. അതിലേക്ക് ലേശം ഉപ്പ് പൊടി ഞാൻ വെതറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. അത് പോരാഞ്ഞിട്ട് ഒരു ഒറിഗാനോയുടെ ഒരു ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. ഒറിഗാനോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഉള്ളത് കൊണ്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ ഈ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ വെജിറ്റബിൾസും ചീസും ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് മൈദമാവും ഈസ്റ്റും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടുപ്പിൽ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്ന് എണ്ണ കൊണ്ടുവച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു കളറാണ്. അപ്പോൾ ഈ സൈഡ് ഭാഗം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എണ്ണ നോൺ സ്റ്റിക്ക് തൊട്ടിട്ടില്ല. ഈ ഗ്യാസ് കത്തിച്ച് സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോകണം. അടച്ച് വെക്കണം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞൊന്ന് പൊക്കി നോക്കാം. അപ്പം സിമ്മിൽ നോൺ സ്റ്റിക്കിൽ വെച്ച പിസ്സ ഇങ്ങനെ വെന്ത് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ചീസൊക്കെ അങ്ങ് ഉരുകി. അപ്പം ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ പിസ്സ ഓവനിൽ നിന്ന് 20 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. ഓവനിൽ നിന്ന് ഇറക്കി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിനുള്ളിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കടായിൽ, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി. അപ്പോൾ നമ്മുടെ പിസ്സ വെന്തോ കരിഞ്ഞു പോയെന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. അപ്പോൾ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് വെന്തിരിക്കുവാണ്. ഈ പിസ്സ ഒന്ന് കട്ട് ചെയ്യാം. ഓമീ സായിബ. അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി. അപ്പം ഞാൻ ഓമീസിനും നമ്മുടെ സായിക്കുട്ടനും കൂടി കൊടുക്കുവാണ്. സൂപ്പർ. നോൺ സ്റ്റിക്കിൽ വെച്ച കണ്ടല്ലോ, നോൺ സ്റ്റിക്കിൽ വെച്ച വെജിറ്റബിൾ പിസ്സയും റെഡിയായി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പിസ്സയും റെഡിയായി. ഇനി നല്ല ക്രിസ്പിയാണ് വെജിറ്റബിൾ പിസ്സ, നല്ല ക്രിസ്പിയാണ്.
കഴിക്കാനും നല്ല ക്രിസ്പിയാണ്. വെജ് പിസ്സ ഉണ്ടാക്കുന്നത്, നോൺ വെജ് പിസ്സ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഓവനിൽ ചെയ്യുന്നതും കാണിച്ചു തന്നിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.